പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും കൊണ്ട് നിങ്ങളും നിങ്ങളുടെ ഭവനവും നിങ്ങളുടെ ദേശവും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 3 യുവാക്കന്മാർ തീച്ചൂളയിൽ. ഇന്ന് രാവിലെ ഞാൻ വചനമെടുത്തപ്പോൾ കിട്ടിയ വചനഭാഗമാണത്. 3 യുവാക്കന്മാർ തീച്ചൂളയിൽ. ഒരു കഷ്ടത, ഒരു പ്രയാസമുണ്ടായപ്പോൾ അവിടെ ദൈവത്തെ ഉപേക്ഷിക്കുവാൻ കൂട്ടാക്കാതെ ദൈവത്തിൻ്റെ നാമത്തെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവം മാത്രമാണ് ഞങ്ങളുടെ രക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തെ പോലും സ്വീകരിക്കുവാനൊരുങ്ങിയ 3 യുവാക്കന്മാർ. ആ യുവാക്കന്മാരുടെ വിശ്വാസം അവരെ ആ ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് വായിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഉണ്ടാകുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും നാം തരണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് പലപ്പോഴും തളർന്നു പോവുകയും നിരാശയിലേക്ക് നാം കൂപ്പുകുത്തുകയും ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ കർത്താവിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്നു. എത്ര വലിയ പ്രതിസന്ധിയിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിലും നിന്റെ വിശ്വാസത്താൽ നീ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ ആ ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്നും ആ വലിയ അപകടത്തിൽ നിന്നും നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവരും എന്നാണ് ഈ വചനഭാഗം നമ്മോട് സംസാരിക്കുന്നത്. 3 യുവാക്കന്മാരും പറഞ്ഞു, രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിൻ്റെ കയ്യിൽ നിന്നും മോചിപ്പിക്കും. എന്ത് പ്രയാസമാണെങ്കിലും, നമ്മളുടെ പ്രാണൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസരത്തിൽ പോലും നമ്മളെ രക്ഷിക്കുവാനായിട്ട് നാം സേവിക്കുന്ന, നാം ആരാധിക്കുന്ന, നാം പുകഴ്ത്തുന്ന, നാം സ്തുതിക്കുന്ന നമ്മുടെ ദൈവത്തിന് ശക്തിയുണ്ടെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ എത്ര വലിയ പ്രതിസന്ധിയും പ്രയാസവും നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകുന്നത് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലെയുള്ള ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം എടുത്ത് വായിക്കുകയും കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കും. വചനം കേട്ട എല്ലാവരെയും ദൈവനാമത്തിൽ അനുഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ വചനം മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണമേ. എല്ലാവർക്കും ഈസ്റ്ററിൻ്റേതായ ആശംസകൾ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശുവിൻ്റെ ഉയർപ്പ് നൽകുന്ന പ്രത്യാശയുടേതായ ഒരു അനുഭവം ആശംസിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.